നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 9 ഫെബ്രുവരി 9 തിങ്കളാഴ്ചയും വിശാഖം നക്ഷത്രവും കൂടിച്ചേരുന്ന ഒരു പുണ്യ ദിവസമായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസത്തിൽ ചില പ്രാധാന്യങ്ങളുണ്ട്. അഥവാ ഇന്നേ ദിവസത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞ് ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി തീരും. വരുന്ന ഫെബ്രുവരി, അതായത് ഇന്നേ ദിവസം ഫെബ്രുവരി 9 തിങ്കളാഴ്ച, സാക്ഷാൽ പരമശിവനും സുബ്രഹ്മണ്യ സ്വാമിക്കും ഒരേപോലെ പ്രത്യേകതയുള്ള അഥവാ വിശേഷപ്പെട്ടതായ ഒരു ദിവസമാണ്. അതിനാൽ തന്നെ ഈ പ്രാധാന്യമുള്ള ഈ ദിവസത്തിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. വിശാഖം നക്ഷത്രവും ഇന്നേ ദിവസം വരുന്നു. തിങ്കളാഴ്ചയും വിശാഖവും ഒത്തുചേരുന്ന അത്യപൂർവമായ ദിവസം എന്നും ഈ ദിവസത്തെക്കുറിച്ച് പരാമർശിക്കാം. അതിനാൽ ഭക്തിപൂർവം നിങ്ങൾ ആചരിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഇന്നേ ദിവസം അതിനാൽ അതിരാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയാണ് എങ്കിൽ ഉത്തമം. അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ച് നാമം ജപിച്ചതിന് ശേഷം, മന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷം അടുക്കളയിൽ പ്രവേശിക്കുന്നത് നിങ്ങളുടെ ഐശ്വര്യവർദ്ധനവിന് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം തന്നെയാകുന്നു. ഇന്നേ ദിവസം ചില പ്രധാനപ്പെട്ടതായ വഴിപാടുകളുണ്ട്. ഈ വഴിപാടുകൾ ഇന്നേ ദിവസം നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് ഫലമായി നിങ്ങൾക്ക് നൽകുക. പ്രധാനമായും ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അത് ഏറ്റവും അനുകൂലമായ രീതിയിൽ ഒഴിവാക്കുവാൻ ഉത്തമമായ ഒരു ദിവസമാണ്. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. കൂടാതെ ശിവക്ഷേത്രത്തിൽ തുമ്പപ്പൂ കൊണ്ട് സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നതും നിങ്ങൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അത് എത്രമേൽ പ്രയാസകരമേറിയ സാഹചര്യമാണ് എങ്കിലും അവ ഒഴിവാക്കുന്നതിന് ഉത്തമമാണ്. കൂടാതെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനും, അതായത് തടസ്സങ്ങൾ ഒഴിവാക്കി മംഗല്യഭാഗ്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു വഴിപാടാണ്. അതിരാവിലെ തന്നെ പ്രത്യേകിച്ചും ഈ വഴിപാട് നടത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ലൊരു ദാമ്പത്യ ജീവിതത്തിനും ഈ ഒരു വ്രതം നിങ്ങൾക്ക് അനുഷ്ഠിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളുണ്ട്, ഐക്യമില്ലാത്തതായ സാഹചര്യമാണ് ഉള്ളത് എങ്കിലും നിങ്ങൾക്ക് ഈ വഴിപാട് നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. ദാമ്പത്യ ജീവിതം കൂടുതൽ അനുകൂലമായി തീരും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവർദ്ധനവിനും ധനവർദ്ധനവിനും ഇന്നേ ദിവസം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താം. അതിൽ പ്രധാനമായും ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുക എന്നുള്ളതാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഏവർക്കും സാധിക്കുന്നതായ നെയ്വിളക്ക് വഴിപാട് നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. നെയ്വിളക്ക് ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഭാഗ്യസൂക്ത വഴിപാട് നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ പേരിൽ, അതായത് കുടുംബനാഥന്റെയോ കുടുംബനാഥയുടെയോ, അല്ലെങ്കിൽ ആ ഗൃഹത്തിൽ ഏറ്റവും അധികം കഷ്ടതകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഈ വഴിപാട് നടത്താം. കൂടാതെ ഇന്നേ ദിവസം മുരുകസ്വാമിക്ക് അഥവാ സാക്ഷാൽ സുബ്രഹ്മണ്യന് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഥവാ മുരുക ക്ഷേത്രത്തിൽ ദർശനം നടത്തി അഭിഷേകം നടത്തുന്നതും നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് നൽകുന്നതിന് സഹായകരമായി തീരും. അഭിഷേകങ്ങൾ ഇന്നേ ദിവസം ഭഗവാന് നടത്താവുന്നതാണ്. അതോടൊപ്പം നെയ്വിളക്ക് കൂടി നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്, തെളിയിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിയാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക. അതേപോലെ തന്നെ ധനലാഭം, ധനപരമായ ഉയർച്ച എന്നിവ നിങ്ങൾക്ക് ഫലമായി വന്ന് ചേരുകയും ചെയ്യും. അതിനാൽ ഏറ്റവും ഉത്തമമായ ഒരു വഴിപാടായി തന്നെ
ഇന്നേ ദിവസം പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തുള്ള മുരുകക്ഷേത്രത്തിലാണ് എങ്കിലും, അടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് എങ്കിലും ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. അത് സന്ധ്യാസമയത്താണ് എങ്കിലും രാത്രിയിലാണ് എങ്കിലും നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതുമാണ്. സർവ ഐശ്വര്യം തന്നെയാണ് ഫലം. ഇന്നേ ദിവസം ലഭിക്കുന്നതായ ആ പോസിറ്റീവായ ഊർജം, അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്വീകരിക്കാതിരിക്കരുത് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതായ രീതിയുണ്ട്, അതേക്കുറിച്ചുകൂടി പരാമർശിക്കാം. ആരോഗ്യം അനുവദിക്കുന്നവരാണ്, ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമാണ് എങ്കിൽ നിങ്ങൾക്ക് ഉപവസിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. അല്ലെങ്കിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് ഒരിക്കൽ അനുഷ്ഠിക്കാവുന്നതുമാണ്. എന്നാൽ ഒരിക്കൽ എടുക്കുന്നവരാണ് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ ഉഴുന്ന്, ഉള്ളി എന്നിവ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. ഇന്നേ ദിവസം ഈ ദേവതകൾക്ക് അഥവാ സാക്ഷാൽ പരമശിവനും അതേപോലെ തന്നെ സാക്ഷാൽ മുരുകസ്വാമിക്കും വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ വിളക്ക് വീടുകളിൽ തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത്, ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ്. സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അപ്രകാരം വിളക്ക് തെളിയിക്കാം. രാവിലെ 8 മണിക്ക് മുൻപായി തന്നെ വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കണം. 2 നേരവും വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടതാണ്. കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ പരമശിവന് പ്രിയപ്പെട്ടതായ വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും മുരുകസ്വാമിക്ക് വിശേഷപ്പെട്ടതായ ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യവർദ്ധനവിന് ഏറ്റവും ഉത്തമമാണ്. അതിനാൽ തീർച്ചയായും ഈ വഴിപാടുകൾ കൂടി നടത്തുവാൻ നിങ്ങൾ, അതായത് ഈ വഴിപാടുകൾ നടത്തുന്നതിനോടൊപ്പം ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പൂർണ്ണ ഫലസിദ്ധിയാണ് വന്നു ചേരുക. ഇനി ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ടതായ മന്ത്രങ്ങളെ കുറിച്ച് പരാമർശിക്കാം. ഈ മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിരാവിലെയോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ നിങ്ങൾക്ക് ജപിക്കാം. അല്ലെങ്കിൽ രാത്രിയിൽ നിങ്ങൾ എപ്രകാരമാണോ എപ്പോഴാണോ ഈ കാര്യങ്ങൾ കേൾക്കുന്നത് ആ സമയം ജപിക്കാം. അതിൽ ആദ്യത്തേതായ മന്ത്രം പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ്. ഓം നമഃശിവായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം. ഈ മന്ത്രം ഇന്നേ ദിവസം 108 ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി ഞാൻ പരാമർശിക്കാൻ പോകുന്ന ഈ ശിവമന്ത്രം നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപാണ് ഇന്നേ ദിവസം ജപിക്കേണ്ടത്. ഉറങ്ങുന്നതിന് മുൻപ് കൈയും കാലും മുഖവും കഴുകി ശുദ്ധിയോടെ തന്നെ നിങ്ങൾ ഒരു തവണയാണ് എങ്കിലും ഈ മന്ത്രം ഇന്നേ ദിവസം ജപിക്കേണ്ടതായിട്ടുണ്ട്. ഏവരും പ്രത്യേകം ഓർക്കുക. നിങ്ങൾ ബെഡിലിരുന്ന് ജപിക്കണം എന്നില്ല. മറ്റൊരിടത്ത് ശാന്തമായ സ്വസ്ഥതയോടെ ഇരിക്കുവാൻ സാധിക്കുന്ന ആ ഇടത്ത് നിങ്ങൾക്കിരുന്ന് ഒരു തവണയാണ് എങ്കിലും ഈ മന്ത്രം ജപിക്കാം. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതമഹിതം വ സർവമേതത് ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ എന്നാണ്. ഈ മന്ത്രം ഇന്നേ ദിവസം കേൾക്കുന്നത് പോലും അത്രമേൽ വിശേഷമാണ്. ഈ മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നതിലൂടെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിരിക്കുന്നതായ ആ പാപങ്ങൾ എല്ലാം ഭഗവാൻ പൊറുക്കുകയും എന്താണോ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ കർമ്മഫലമായി വന്ന് ചേരേണ്ടതായ ആ ഫലങ്ങൾ അത് തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും. അതിനാൽ ഇന്നേ ദിവസം തീർച്ചയായും ഈ മന്ത്രം നിങ്ങൾ തീർച്ചയായും ജപിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം ജപിക്കേണ്ട സുബ്രഹ്മണ്യ മന്ത്രങ്ങളെ കുറിച്ചാണ്. ഇന്നേ ദിവസം ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് 108 ജപിക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് 21 തവണയാണ് എങ്കിലും ജപിക്കാവുന്നതാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും സന്ധ്യാസമയത്ത് ഒരു തളികയിൽ അല്ലെങ്കിൽ ഒരു താരത്തിൽ ചുവന്ന പട്ട് അല്ലെങ്കിൽ പുഷ്പങ്ങൾ, അല്പം നെയ്, ശർക്കര, പാൽ, പനിനീർ
എന്നിവ സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം സന്ധ്യാവേളയിലാണ് എങ്കിലും അതിരാവിലെയാണ് എങ്കിലും ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇനി അഥവാ ഇതൊന്നും സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പൂർണ്ണമായും ഏകാഗ്രതയോടെ ഈ മന്ത്രം മുൻപ് പരാമർശിച്ച രീതിയിൽ ജപിക്കുക. അതിലാദ്യത്തേതായ മന്ത്രം ഭഗവാന്റെ മൂലമന്ത്രമാണ്. ഓം വജദ്ഭുവേ നമ എന്ന അതിവിശേഷപ്പെട്ടതായ മന്ത്രം. ഓം വജദ്ഭുവേ നമ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. കൂടാതെ ഓം സം സുബ്രഹ്മണ്യായ നമ, ഓം സം സുബ്രഹ്മണ്യായ നമ എന്നാണ്. ഓം സം സുബ്രഹ്മണ്യായ നമ, ഓം സം സുബ്രഹ്മണ്യായ നമ. ഈ മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾക്ക് ജപിക്കാം. കൂടാതെ ഓം ഷൺമുഖായ നമ, ഓം ഷൺമുഖായ നമ, ഓം ഷൺമുഖായ നമ, ഓം ഷൺമുഖായ നമ. ഈ മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾക്ക് 108 ജപിക്കാം. ഓം ശരവണഭവ നമ, ഓം ശരവണഭവ നമ, ഓം ശരവണഭവ നമ, ഓം ശരവണഭവ നമ. ഈ നാമവും അഥവാ ഈ മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾക്ക് 108 അല്ലെങ്കിൽ 21 തവണയാണ് എങ്കിലും ജപിക്കാം. ഇന്നേ ദിവസം ഇരു ദേവതകൾക്കും വിശേഷപ്പെട്ട ദിവസമാണ്. തീർച്ചയായും ഇന്നേ ദിവസം ഈ മന്ത്രങ്ങളും ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങളും തീർച്ചയായും ഏവരും പ്രവർത്തിക്കുവാൻ ശ്രമിക്കണം. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും.